നമസ്കാരം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കണ്ണിലുണ്ണി. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ സദാചാര ബോധമുള്ള വളർന്നു വരുന്ന ഭാവിയിലെ മന്ത്രി അല്ല, കോൺഗ്രസ് മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആട്ടിൻതോൽ കുറച്ചു ദിവസമായി നിറം മങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതേ ആട്ടിൻതോൽ കുറച്ചു സ്ത്രീകൾ ചേർന്ന് ഇന്നലെ മുതൽ വലിച്ചു കീറുന്ന ദയനീയ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു രാഹുലെ പ്രഹസനം? കോൺഗ്രസിലെ പോലും മുതിർന്ന നേതാക്കളെ സദാചാരവും യുക്തിബോധവും പഠിപ്പിക്കുമ്പോൾ രാത്രിയിൽ പച്ചവെളിച്ചം കാണുന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ ക്ഷേമാന്വേഷണമാണ് ഈ വിദ്വാന് പണിയെന്ന് കൂടെ തോളിൽ കൈയിട്ടു നടന്നവർ പോലും അറിഞ്ഞു കാണില്ല. ഇതാദ്യമായിട്ടല്ല രാഹുലിന്റെ സ്ത്രീ വിഷയ സംബന്ധിയായ ആരോപണങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ചെളി കണ്ടാൽ ചവിട്ടിയാൽ വെള്ളം കണ്ടാൽ കഴുകാമല്ലോ എന്നാണ് മുതിർന്ന നേതാക്കന്മാരുടെ പോലും ഉപദേശം എന്നാണ് നാട്ടുവർത്തമാനം. കോൺഗ്രസിലെ ഇളം തലമുറ നേതാക്കന്മാരിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വളരെ പേരെടുത്ത നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാതെ വയ്യ. എന്നാൽ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് കൂടപ്പിറപ്പോ കൂട്ടുകാരനോ വഴി തെളിച്ചു തന്ന ഗുരുവോ എന്നൊന്നും നോക്കാതെ വെട്ടിവീഴ്ത്തിയും കുതുകാൽ വെട്ടിയും സമരമുഖത്തും മരണവീട്ടിലും പോലും ഓസ്കാർ അവാർഡ് കിട്ടേണ്ട അഭിനയ മുഹൂർത്തങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ കാണിച്ചും കരഞ്ഞും രാഹുൽ മുന്നേറുന്ന കാഴ്ച ആർക്കും അറിയാത്തതല്ല. മീഡിയ കവറേജ് കിട്ടുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ അപ്രധാന വിഷയങ്ങളിൽ പോലും ഒച്ചവെച്ചും അക്രമത്തിനുള്ള പ്രേരണ കൊടുത്തുമൊക്കെ ഒരു ജനപ്രതിനിധി എന്ന തന്റെ കരിയർ രാഹുൽ ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ അക്കിടി പറ്റിയത് ഇത്തരം ചില സ്ത്രീ വിഷയ വിനോദങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം നടി റിനി ആൻഡ് ജോർജ് എന്ന കോൺഗ്രസിന്റെ മുൻനിര പ്രവർത്തക തന്നെ രാഹുലിന്റെ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നടിയല്ലേ ഇതിനും ഇതിനപ്പുറവും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സ് നിറയെ സദാചാരവാദികളായിരുന്നു രാഹുലിന് കീജയ് വിളിച്ചത്. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം റിനി ആൻഡ് ജോർജിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ആരോപണവുമായി ഹണി ഭാസ്കർ കൂടി രംഗത്ത് വന്നതോടെ രാഹുലിന്റെ തമാശകൾ കത്തിപ്പടരുകയാണ്. പാലക്കാട് MLA-യും യുവ കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്തു വന്നു. രാഹുലിന്റെ ഇരയായ കോൺഗ്രസ് പ്രവർത്തകയടക്കമുള്ള സ്ത്രീകളെ തനിക്കറിയാമെന്നും പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഷാഫി അത് മൂടിവെച്ചെന്നും ഹണി ഭാസ്കർ ആരോപിക്കുന്നു. രാഹുൽ തന്നോട് മോശമായി ചാറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരോട് തന്നെ കുറിച്ച് മോശം പരാമർശം നടത്തിയതായി അറിഞ്ഞതായും ധൈര്യമുണ്ടെങ്കിൽ രാഹുലിന് തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകാമെന്നും ഹണി ഭാസ്കർ വെല്ലുവിളിച്ചു. കൂടുതൽ സ്ത്രീകൾ ഇരകളാകാതിരിക്കാനാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ഹണി ഭാസ്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. നടിയുടെ ആരോപണത്തിലെ പ്രതിയെ പരാമർശമില്ല എങ്കിലും അതിന്റെ പേരിൽ രാഹുലിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നതിനിടെയാണ് പേര് പരസ്യമാക്കിയുള്ള ഹണിയുടെ കുറിപ്പ്. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന പേരിൽ പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ ഒരു രാഷ്ട്രീയ മാലിന്യമാണെന്നും രാഹുലിനോട് ഇടപഴകിയിട്ടുള്ള പാർട്ടിയിലെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നെന്നും ഹണി ഭാസ്കർ പറയുന്നു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ തന്റെ ഒരു യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടുവന്ന രാഹുലിന്റെ മെസ്സേജും ഒടുവിൽ ഹണി അങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്ന തരത്തിൽ ആ സംഭാഷണം സുഹൃത്തുക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഹണിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒപ്പം സുഹൃത്തുക്കളോടൊപ്പം നേരം പോക്കിനും ആളാവാനും വേണ്ടി അവരുടെ മുന്നിൽ വെച്ചാണ് ഈ സംഭാഷണം നടത്തിയത് എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യവും ഉൾപ്പെടെ ഹണി വിശദമായ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിനു പുറമെ രാഹുലിന്റെ പേരിൽ ഉയർന്നു വരുന്ന സ്ത്രീ വിഷയങ്ങളൊക്കെ ഷാഫി പറമ്പിൽ മുക്കുകയാണെന്ന ശക്തമായ ആരോപണവും ഹണി ഉന്നയിക്കുന്നുണ്ട്. ഹണിയുടെയും റിനിയുടെയും ഒന്നും ആരോപണങ്ങൾ ചെറുതല്ല. അന്വേഷണ വിധേയമാക്കേണ്ട അതിപ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് രാഹുലിനെതിരെ ഉയർന്നു വരുന്നത്. ഇനിയും മുഖം രക്ഷിക്കാതെ രാഹുലിനെ പോലൊരു കുറുക്കനെ രാഷ്ട്രീയത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടതെന്നുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ്. രാഷ്ട്രീയക്കാരുടെ കുപ്പായം എന്ത് നെറികേടും കൊള്ളരുതായ്മയും സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ലൈസൻസുമല്ല എന്ന് ഇനി രാഹുലിന് മനസ്സിലാകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച